പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 162. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ 1 രാജാക്കന്മാർ അധ്യായം 12, 2 ദിനവൃത്താന്തം അധ്യായങ്ങൾ 10, 11, ഉത്തമഗീതം അധ്യായം 1. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്നു മുതൽ നമ്മുടെ പുതിയ ബൈബിൾ കാലഘട്ടം ആരംഭിക്കുന്നു. വിഭജിത രാജ്യം. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 രാജാക്കന്മാർ അധ്യായം 12. രാജ്യം വിഭജിക്കപ്പെടുന്നു. റഹോബോവാം ഷെക്കേമിലേക്ക് ചെന്നു. എന്തെന്നാൽ അവനെ രാജാവാക്കുന്നതിന് ഇസ്രായേൽ മുഴുവൻ ഷെക്കേമിൽ എത്തിയിരുന്നു. സോളമൻ രാജാവിൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടി അതുവരെ ഈജിപ്തിലായിരുന്ന നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം അത് കേട്ടു. അപ്പോൾ അവൻ ഈജിപ്തിൽ താമസിക്കുകയായിരുന്നു. അവർ അവനെ ആളയച്ച് വിളിച്ചു. ജെറോബോവാമും ഇസ്രായേൽ സഭ മുഴുവനും വന്ന് റഹോബോവാമിനോട് ഇപ്രകാരം സംസാരിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകം ഭാരമുള്ളതാക്കി. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ കഠിന ജോലിയും അവൻ ഞങ്ങളുടെ മേൽ ചുമത്തിയ ഭാരമുള്ള നുകവും ലഘൂകരിക്കുക. എങ്കിൽ ഞങ്ങളങ്ങയെ സേവിക്കാം. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ പോയി 3 ദിവസത്തിന് ശേഷം എൻ്റെ പക്കൽ മടങ്ങി വരുവിൻ. അപ്പോൾ ജനം പോയി. റഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ ജീവിതകാലത്ത് അവൻ്റെ പക്കൽ നിന്നിരുന്ന ശ്രേഷ്ഠന്മാരോട് ഇപ്രകാരം ഉപദേശം തേടി: ഈ ജനത്തിന് ഒരു മറുപടി നൽകേണ്ടതിന് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്? അവർ അവനോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഇന്ന് ഈ ജനത്തിന് ദാസനായിരിക്കുകയും അവരെ സേവിക്കുകയും അവർക്ക് മറുപടി നൽകി അവരുമായി നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്താൽ അവർ എക്കാലത്തും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ തന്നെ ഉപദേശിച്ച ശ്രേഷ്ഠന്മാരുടെ ഉപദേശം അവഗണിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന തൻ്റെ മുമ്പിൽ നിന്നിരുന്ന യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് ചോദിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ ചുമത്തിയ നുകത്തിൽ നിന്ന് ലഘൂകരണമുണ്ടാക്കണം എന്ന് പറയുന്ന ഈ ജനത്തിന് നമ്മൾ എന്ത് കാര്യം ഉത്തരമായി നൽകണമെന്നാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്? തന്നോടൊപ്പം വളർന്ന ആ യുവാക്കൾ അവനോട് ഇപ്രകാരം സംസാരിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് ഞങ്ങളുടെ നുകം ലഘൂകരിക്കണം എന്നാവശ്യപ്പെട്ട ഈ ജനത്തോട് അങ്ങ് ഇങ്ങനെ സംസാരിക്കണം. അങ്ങ് അവരോട് ഇങ്ങനെ തന്നെ പറയണം: എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പമുള്ളതാണ്. ഇതാ എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം ചുമത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ നുകത്തോട് ഇനിയും ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ടകൾ കൊണ്ട് ശിക്ഷിച്ചിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ശിക്ഷിക്കും. 3-ാം ദിവസം എൻ്റെ പക്കൽ വരുവിൻ എന്ന് രാജാവ് പ്രഖ്യാപിച്ചതനുസരിച്ച് ജെറോബോവാമും ജനം മുഴുവനും 3-ാം ദിവസം റഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. അവനെ ഉപദേശിച്ച ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി മറുപടി പറഞ്ഞു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവനിപ്രകാരം പ്രഖ്യാപിച്ചു: എൻ്റെ പിതാവ് നിങ്ങളുടെ നുകം ഭാരമുള്ളതാക്കിയിരുന്നു. ഞാൻ നിങ്ങളുടെ നുകത്തോട് ഇനിയും ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ടകൾ കൊണ്ട് ശിക്ഷിച്ചിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ തേളുകളെ കൊണ്ട് ശിക്ഷിക്കും. അങ്ങനെ രാജാവ് ജനത്തെ ശ്രവിച്ചില്ല. യഥാർത്ഥത്തിൽ നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോൻകാരനായ അഹിയ മുഖേന കർത്താവ് അരുൾ ചെയ്തിരുന്ന അവിടുത്തെ വചനം നിവൃത്തിയാകുന്നതിന് കർത്താവിൻ്റെ പക്കൽ നിന്നായിരുന്നു ഈ സംഭവ വികാസം. രാജാവ് തങ്ങളെ ശ്രവിക്കുന്നില്ല എന്ന് ഇസ്രായേൽ മുഴുവൻ കണ്ടപ്പോൾ ജനം രാജാവിനോട് ഇക്കാര്യത്തിൽ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞങ്ങൾക്ക് ദാവീദിൽ എന്തോഹരി, ജസ്സയുടെ പുത്രനിൽ അവകാശവുമില്ല. ഇസ്രായേലേ, നിന്റെ കൂടാരങ്ങളിലേക്ക്. ദാവീദേ, ഇപ്പോൾ നീ നിന്റെ വീട് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇസ്രായേൽ തൻ്റെ കൂടാരങ്ങളിലേക്ക് പോയി. യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേല്യരുടെ മേൽ റഹോബോവാം രാജാവായി.
റഹോബോവാം രാജാവ് അടിമപ്പണിയുടെ മേലാളനായ അദോറാമിനെ അയച്ചു. ഇസ്രായേൽ മുഴുവൻ അവനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. റഹോബോവാം രാജാവ് ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ തൻ്റെ രഥത്തിൽ കയറുന്നതിന് തിടുക്കം കൂട്ടി. അങ്ങനെ ദാവീദിൻ്റെ ഭവനത്തോട് ഇസ്രായേൽ ഇന്നുവരെ കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങി വന്നെന്ന് ഇസ്രായേൽ മുഴുവനും കേട്ടപ്പോൾ അവർ ആളയച്ചവനെ സമൂഹത്തിലേക്ക് വരുത്തി ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവാക്കി. ദാവീദ് ഭവനത്തിന് പിന്നാലെ പോകാൻ യൂദാഗോത്രമൊഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. റഹോബോവാം ജെറുസലേമിൽ വന്ന് യൂദാഭവനം മുഴുവനെയും ബെഞ്ചമിൻ ഗോത്രത്തെയും, അതായത് പോരാളികളായി തിരഞ്ഞെടുക്കപ്പെട്ട 180,000 പേരെ ഒരുമിച്ച് കൂട്ടി. ഇസ്രായേൽ ഭവനത്തോട് യുദ്ധം ചെയ്ത് സോളമൻ്റെ പുത്രനായ റഹോബോവാമിനായി രാജ്യം വീണ്ടെടുക്കാനായിരുന്നു അത്. എന്നാൽ ദൈവപുരുഷനായ ഷെമായിയുടെ നേർക്ക് ദൈവവചനം ഇപ്രകാരമുണ്ടായി: യൂദായുടെ രാജാവായ സോളമൻ്റെ പുത്രൻ റഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഭവനം മുഴുവനോടും ശേഷിക്കുന്ന ജനത്തോടും ഇപ്രകാരം പറയുക: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾ കയറി ചെല്ലരുത്. നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരോട് യുദ്ധം ചെയ്യരുത്. ഓരോരുത്തനും തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുക. എന്തെന്നാൽ ഇക്കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നിൽ നിന്ന് തന്നെയാണ്. അവർ കർത്താവിൻ്റെ വചനം ശ്രവിച്ചു. കർത്താവിൻ്റെ വചനമനുസരിച്ച് വ്യാപരിക്കുന്നതിന് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു. ജെറോബോവാം എഫ്രായിം മലയിൽ ഷെക്കേം പുനർനിർമ്മിച്ച് അവിടെ വസിച്ചു. പിന്നീട് അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. ജെറോബോവാം ആത്മഗതം ചെയ്തു. ഇപ്പോൾ ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലികളർപ്പിക്കാൻ കയറി ചെന്നാൽ അവരുടെ നാഥനായ യൂദാ രാജാവ് റഹോബോവാമിലേക്ക് ഈ ജനത്തിൻ്റെ ഹൃദയം തിരിയുകയും അവർ എന്നെ വധിച്ചിട്ട് യൂദാ രാജാവ് റഹോബോവാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ രാജാവ് കൂടിയാലോചന നടത്തിയിട്ട് സ്വർണത്തിൻ്റെ 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. അവൻ അവരോട് പറഞ്ഞു: ജെറുസലേമിലേക്കുള്ള ആരോഹണങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെയായി. ഇസ്രായേലെ, ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദേവന്മാർ ഇതാ. അവനൊന്ന് ബഥേലിൽ പ്രതിഷ്ഠിച്ചു, മറ്റൊന്ന് ദാനിലും സ്ഥാപിച്ചു. ഇക്കാര്യം പാപമായി തീർന്നു. ദാൻ വരെയും പോയി ജനം അതിൻ്റെ മുമ്പിൽ ആരാധിച്ചു. അവൻ പൂജാഗിരികളിൽ ആലയം നിർമ്മിക്കുകയും ലേവ്യരിൽ നിന്നല്ലാതെ ജനത്തിൻ്റെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്തു. യൂദായിലുള്ള തിരുനാളിന് സമാനമായി ജെറോബോവാം 8-ാം മാസത്തിൻ്റെ 15-ാം തീയതി ഒരു ഉത്സവം നടത്തി ബലിപീഠത്തിൽ ബലികളർപ്പിച്ചു. താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് ബലിയർപ്പിക്കുന്നതിന് ബേഥേലിലും അവൻ അങ്ങനെ ചെയ്തു. താൻ നിർമ്മിച്ച പൂജാഗിരികളിലെ പുരോഹിതന്മാരെ അവൻ ബേഥേലിൽ നിയമിക്കുകയും ചെയ്തു. താൻ ബേഥേലിൽ പണിയിച്ച ബലിപീഠത്തിൽ സ്വാഭീഷ്ടപ്രകാരം നിശ്ചയിച്ച 8-ാം മാസം 15-ാം ദിവസം അവൻ ബലിയർപ്പിച്ചു. അവൻ ഇസ്രായേല്യർക്കായി ഒരു ഉത്സവം നടത്തുകയും ബലിപീഠത്തിന്മേൽ ധൂപമർപ്പിക്കുന്നതിന് ചെല്ലുകയും ചെയ്തു. 2 ദിനവൃത്താന്തം അധ്യായം 10. രാജ്യം പിളരുന്നു. തന്നെ രാജാവാക്കുന്നതിന് ഇസ്രായേൽ മുഴുവൻ ഷെക്കേമിൽ എത്തിയതിനാൽ റഹോബോവാം ഷെക്കേമിൽ വന്നു. രാജാവായ സോളമൻ്റെ പക്കൽ നിന്നൊളിച്ചോടി ഈജിപ്തിലായിരുന്ന നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടു. അപ്പോൾ ജെറോബോവാം ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോന്നു. അവർ അവനെ ആളയച്ച് വിളിച്ചിരുന്നു. ജെറോബോവാമും ഇസ്രായേൽ മുഴുവനും റഹോബോവാമിൻ്റെ അടുത്ത് വന്നു. അവർ റഹോബോവാമിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകം ഭാരമുള്ളതാക്കി. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ കഠിന ജോലിയും അവൻ ഞങ്ങളുടെ മേൽ ചുമത്തിയ ഭാരമുള്ള നുകവും ലഘൂകരിക്കുക. എങ്കിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ അവരോട് പറഞ്ഞു: 3 ദിവസത്തിന് ശേഷം എൻ്റെ പക്കൽ തിരിച്ചു വരുവിൻ. ജനം പിരിഞ്ഞുപോയി. റഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ ജീവിതകാലത്ത് അവൻ്റെ പക്കൽ നിന്നിരുന്ന മുതിർന്നവരോട് ഇപ്രകാരം ആരാഞ്ഞു: ഈ ജനത്തിൻ്റെ കാര്യത്തിന് മറുപടി നൽകേണ്ടതിന് എന്താണ് നിങ്ങൾ ഉപദേശിക്കുന്നത്? അവർ അവനോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: അങ്ങ് ഈ ജനത്തോട് പ്രസന്നനായിരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്താൽ ജീവിതകാലം മുഴുവൻ അവർ അങ്ങേക്ക് ദാസന്മാരായിരിക്കും. എന്നാൽ തന്നെ ഉപദേശിച്ച മുതിർന്നവരുടെ ഉപദേശം അവൻ അവഗണിക്കുകയും തന്നോടൊത്തു വളർന്ന തൻ്റെ മുമ്പിൽ നിന്നിരുന്ന യുവാക്കന്മാരോട് ആലോചന നടത്തുകയും ചെയ്തു. അവൻ അവരോട് ചോദിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ ചുമത്തിയ നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് നമ്മൾ എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? അവനോടൊപ്പം വളർന്ന ആ യുവാക്കൾ അവനോട് ഇപ്രകാരം സംസാരിച്ചു:
അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് ഞങ്ങളുടെ നുകം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനത്തോട് നീ ഇങ്ങനെ പ്രത്യുത്തരിക്കണം. നീ അവരോട് ഇങ്ങനെ തന്നെ പറയണം: എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ് എൻ്റെ ചെറുവിരൽ. നോക്കൂ, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം ചുമത്തിയിരുന്നു. ഞാനാകട്ടെ നിങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടാണ് ശിക്ഷിച്ചിരുന്നത്. ഞാനാകട്ടെ തേളുകളെ കൊണ്ടായിരിക്കും. 3-ാം ദിവസം എൻ്റെ പക്കൽ തിരികെ വരുവിനെന്ന് രാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ജെറോബോവാമും ജനം മുഴുവനും 3-ാം ദിവസം റഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. രാജാവ് അവരോട് പരുഷമായി മറുപടി പറഞ്ഞു. റഹോബോവാം രാജാവ് മുതിർന്നവരുടെ ഉപദേശം അവഗണിച്ചിരുന്നു. യുവാക്കളുടെ ഉപദേശം അനുസരിച്ച് അവൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞാൻ നിങ്ങളുടെ നുകം ഭാരമുള്ളതാക്കും. ഞാൻ ഇനിയും അത് വർദ്ധിപ്പിക്കും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടാണ് ശിക്ഷിച്ചിരുന്നത്. ഞാനാകട്ടെ തേളുകളെ കൊണ്ടായിരിക്കും. രാജാവ് ജനത്തെ ശ്രവിച്ചില്ല. എന്തെന്നാൽ നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോൻകാരനായ അഹിയ വഴി കർത്താവ് അരുൾ ചെയ്ത തൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ദൈവത്തിൽ നിന്നാണ് ഇപ്രകാരം സംഭവിച്ചത്. രാജാവ് ഇസ്രായേൽ മുഴുവനെയും ശ്രവിക്കാതായപ്പോൾ ജനം രാജാവിനോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: ഞങ്ങൾക്ക് ദാവീദിൽ എന്തോഹരി, ജസ്സയുടെ പുത്രനിൽ അവകാശവുമില്ല. ഇസ്രായേലെ ഓരോ ആളും നിന്റെ കൂടാരങ്ങളിലേക്ക്. ദാവീദെ, ഇപ്പോൾ നീ നിന്റെ വീട് നോക്കിക്കൊള്ളുക. ഇസ്രായേലാകെ തൻ്റെ കൂടാരങ്ങളിലേക്ക് പോയി. യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേല്യരുമുണ്ടായിരുന്നു. അവരുടെ മേൽ റഹോബോവാമാണ് രാജാവായിരുന്നത്. അടിമകളുടെ മേൽനോട്ടമുണ്ടായിരുന്ന ഹദോറാമിനെ റഹോബോവാം രാജാവ് അവരുടെ പക്കലേക്ക് അയച്ചു. അവനെ ഇസ്രായേല്യർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. റഹോബോവാം രാജാവ് ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ തൻ്റെ രഥത്തിൽ കയറുന്നതിന് തിടുക്കം കൂട്ടി. അങ്ങനെ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നുവരെ ഇസ്രായേൽ കലഹത്തിലാണ്. 2 ദിനവൃത്താന്തം അധ്യായം 11. റഹോബോവാം ജെറുസലേമിലെത്തി. എന്നിട്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത് രാജ്യം റഹോബോവാമിനായി തിരിച്ചുപിടിക്കാൻ യൂദാഭവനത്തിലെയും ബെഞ്ചമിനിലെയും തിരഞ്ഞെടുക്കപ്പെട്ട 180,000 യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. എന്നാൽ ദൈവപുരുഷനായ ശെമായായ്ക്ക് ഇപ്രകാരം കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: സോളമൻ്റെ പുത്രനും യൂദാ രാജാവുമായ റഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേല്യരോടും ഇപ്രകാരം പറയുക: നിങ്ങൾ പുറപ്പെടുകയോ നിങ്ങളുടെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ഓരോരുത്തനും തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുക. കാരണം ഇക്കാര്യം സംഭവിച്ചത് എന്നിൽ നിന്നാണ് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അവർ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും ജെറോബോവാമിനോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. റഹോബോവാം ജെറുസലേമിൽ പാർക്കുകയും യൂദായിൽ സുരക്ഷിത നഗരങ്ങൾ പണിയുകയും ചെയ്തു. അവൻ ബേത്ലഹേം, ഏത്താം, തെക്കോവ എന്നിവ പണിതു. കൂടാതെ ബത്സൂർ, സൊക്കോ, അതുല്ലാം, ഗത്ത്, മരേഷ, സീഫ്, അദോരായിം, ലാഖീഷ്, അസേക്ക, സോറ, അയ്യലോൻ, ഹെബ്രോൺ എന്നിവയും. യൂദായിലെയും ബെഞ്ചമിനിലെയും കോട്ട നഗരങ്ങളാണിവ. അവൻ കോട്ടകൾ സുശക്തമാക്കി അവയിൽ അധിപന്മാരെ നിയോഗിച്ചു. കൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെയും എണ്ണയുടെയും വീഞ്ഞിൻ്റെയും സംഭരണശാലകളും ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ക്രമപ്പെടുത്തി. അവൻ അവയെ വളരെയധികം ബലപ്പെടുത്തി. യൂദായും ബെഞ്ചമിനും അവൻ്റെ കൂടെയായിരുന്നു. ഇസ്രായേൽ മുഴുവനുമുണ്ടായിരുന്ന പുരോഹിതന്മാരും ലേവ്യരും തങ്ങൾ വസിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളിലും നിന്ന് അവൻ്റെ പക്കൽ സ്വമേധയാ എത്തിച്ചേർന്നു. കർത്താവിനുള്ള പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് ലേവായരെ ജെറോബോവാമും അയാളുടെ പുത്രന്മാരും പുറംതള്ളിയതിനാലാണ് അവർ തങ്ങൾക്ക് പൊതുവായുണ്ടായിരുന്ന പ്രദേശങ്ങളും അവകാശവസ്തുക്കളും ഉപേക്ഷിച്ച് യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. അയാൾ പൂജാഗിരികൾക്ക് വേണ്ടിയും ദുർഭൂതങ്ങൾക്ക് വേണ്ടിയും താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് വേണ്ടിയും പുരോഹിതന്മാരെ തനിക്കായി നിയമിച്ചിരുന്നു. അവർക്ക് പിന്നാലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജെറുസലേമിൽ വന്നു. അവർ യൂദാ രാജ്യം ശക്തിപ്പെടുത്തി. 3 വർഷക്കാലം ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ വ്യാപരിച്ചുകൊണ്ട് അവർ സോളമൻ്റെ പുത്രൻ റഹോബോവാമിനെ ആ 3 വർഷക്കാലത്തേക്ക് പ്രബലനാക്കി. ദാവീദിൻ്റെ പുത്രനായ യെറീമോത്തിൻ്റെ പുത്രി മഹലത്തിനെ റഹോബോവാം ഭാര്യയായി സ്വീകരിച്ചു. അവൾ ജസ്സയുടെ പുത്രനായ എലിയാബിൻ്റെ പുത്രി അബിഹായിലിൻ്റെ പുത്രിയായിരുന്നു. അവൾ അവന് യവൂഷ്,
ഷമറിയ, സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിൻ്റെ പുത്രിയായ മാക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവന് അബിയ, അത്തായി, സിസ, ഷെലോമിത്ത് എന്നിവരെ പ്രസവിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ എല്ലാ ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അബ്സലോമിൻ്റെ പുത്രിയായ മാക്കായെ അവൻ സ്നേഹിച്ചിരുന്നു. അവൻ 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. റഹോബോവാം മാക്കായുടെ പുത്രനായ അബിയായെ അയാളുടെ സഹോദരരുടെ ഇടയിൽ മുഖ്യ നേതാവായി നിയമിച്ചു. എന്തെന്നാൽ അവൻ അയാളെ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ബുദ്ധിപൂർവം പെരുമാറി. അവൻ തൻ്റെ പുത്രന്മാരിൽ ചിലരെ യൂദായിലും ബെഞ്ചമീനിലുമുള്ള എല്ലാ ദേശങ്ങളിലേക്കും എല്ലാ കോട്ടനഗരങ്ങളിലേക്കും നിയോഗിച്ചു. അവൻ അവർക്ക് സമൃദ്ധമായി ഭക്ഷ്യവസ്തുക്കൾ നൽകി അനേകം ഭാര്യമാരെയും കണ്ടെത്തി. ഉത്തമഗീതം അധ്യായം 1. സോളമൻ്റെ പാട്ടുകളുടെ പാട്ട്. മണവാട്ടി. തൻ്റെ അധരചുംബനങ്ങൾ കൊണ്ട് അവൻ എന്നെ ആശ്ലേഷിക്കട്ടെ. എന്തെന്നാൽ നിന്റെ പ്രേമപ്രകടനങ്ങൾ വീഞ്ഞിനേക്കാൾ മെച്ചമാണ്. സൗരഭ്യത്തിന് നിന്റെ തൈലങ്ങളും നല്ലതാണ്. പകർന്ന തൈലമാണ് നിന്റെ നാമം. അതിനാൽ യുവതികൾ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം. രാജാവ് തൻ്റെ മണവറകൾ എനിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. ഞങ്ങൾ നിന്റെ പ്രേമപ്രകടനങ്ങളെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും. ഞങ്ങൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും അഴകുള്ളവളാണ്. കേദാറിലെ കൂടാരങ്ങൾ പോലെ, സോളമൻ്റെ തിരശ്ശീലകൾ പോലെ. സൂര്യൻ തുറിച്ചു നോക്കിയവളായ എന്നെ, നിറം മങ്ങിപ്പോയി എന്നെ നിങ്ങൾ നോക്കി നിൽക്കരുതേ. എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു. അവർ എന്നെ മുന്തിരിത്തോപ്പുകൾ കാക്കുന്നവളായി നിയമിച്ചു. എനിക്ക് സ്വന്തമായുള്ള മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ, എന്നോട് നീ വർണ്ണിക്കുക. നീ ആടുമയിക്കുന്നത് എവിടെയാണ്? ഉച്ചയ്ക്ക് അവയ്ക്ക് വിശ്രമം നൽകുന്നത് എവിടെയാണ്? ഞാൻ എന്തിന് നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ അലഞ്ഞു നടക്കുന്നവളെപ്പോലെയാകണം? തോഴിമാർ. സ്ത്രീകളിൽ സുന്ദരിയായവളെ നിനക്കറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽപ്പാടുകളിൽ പുറപ്പെടുക. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. മണവാളൻ. എൻ്റെ പ്രിയേ, ഫറവോയുടെ രഥങ്ങളിലെ എൻ്റെ പെൺകുതിരയോട് നിന്നെ ഞാൻ തുലനം ചെയ്യുന്നു. നിന്റെ കവിൾത്തടങ്ങൾ കുറുനിരകൾ കൊണ്ട് മനോജ്ഞമാണ്. നിന്റെ കഴുത്ത് കനകമാലകൾ കൊണ്ടും വെള്ളിമുട്ടുകളോടുകൂടിയ സ്വർണ്ണ അലുക്കുകൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. മണവാട്ടി. രാജാവ് അതിൻ്റെ പരിസരത്തായിരിക്കെ എൻ്റെ ജടാമാഞ്ചി തൂമണം തൂകി. എൻ്റെ പ്രിയൻ എനിക്ക് മീറച്ചിമിഴാണ്. എൻ്റെ സ്തനാന്തരത്തിൽ അവൻ ശയിക്കുന്നു. എൻ്റെ പ്രിയൻ എനിക്ക് എൻഗേദി മുന്തിരിത്തോപ്പുകളിലെ നാടൻ മുന്തിരിക്കുലയാണ്. മണവാളൻ. എൻ്റെ പ്രിയേ, നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണിണകൾ പ്രാവുകളാണ്. മണവാട്ടി. എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! അതേ, മനോഹരനുമാണ്. നമ്മുടെ തൽപ്പം പോലും ഹരിതമോഹനമാണ്. നമ്മുടെ ഭവനത്തിൻ്റെ ഉത്തരങ്ങൾ ദേവദാരുക്കളാണ്. നമ്മുടെ കവാടഫലകം സരളമരമാണ്. പ്രിയമുള്ളവരെ, പുതിയ ഒരു ബൈബിൾ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വിഭജിത രാജ്യം എന്ന ഈ പുതിയ കാലഘട്ടം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കേണ്ട ഒരു ബൈബിൾ കാലമാണ്. സ്നേഹത്തോടെ ആ ശ്രദ്ധ നിങ്ങൾ ഈ വായനയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സോളമൻ തൻ്റെ മരണത്തോട് അടുക്കുമ്പോഴേക്കും ക്രൂരനും നിർദ്ദയനുമായ ഒരു ഭരണാധികാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. താങ്ങാൻ പറ്റാത്ത ഭാരം തൻ്റെ ജനത്തിൻ്റെ മേൽ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ മേൽ, 10 ഗോത്രങ്ങളുടെ മേൽ, അല്ലെങ്കിൽ വടക്കൻ ഗോത്രങ്ങളുടെ മേൽ ചുമത്തിയ നിർദ്ദയനായ ഭരണാധികാരി. അങ്ങനെ ഈ ഭരണനുഖത്തിൻ്റെ ഭാരം സഹിക്കാനാവാതെ വലഞ്ഞ ജനം സോളമൻ്റെ മരണവാർത്തയറിഞ്ഞ് ഷെക്കേമിൽ റഹോബോവാമിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. തങ്ങളുടെ നുഖം, അതിൻ്റെ ഭാരം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഈ മനുഷ്യൻ സോളമൻ്റെ കൂടെ നിന്ന് സോളമൻ ഉപദേശം നൽകിയിരുന്ന ജ്ഞാനികളായ വൃദ്ധന്മാരുടെ ഉപദേശത്തെ അവഗണിച്ച് തൻ്റെ കൂടെ കളിച്ചു വളർന്ന, തൻ്റെ കൂടെയായിരുന്ന ചെറുപ്പക്കാരുടെ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ഹൃദയം കൊണ്ട് റഹോബോവാമിന് എതിരാവുകയും ചെയ്തു. നോക്കുക, ഈ രാജ്യത്തിൻ്റെ, ഈ ജനതയുടെ ചരിത്രത്തെ മുഴുവൻ നിർണായകമായി സ്വാധീനിച്ച ഒരു തീരുമാനമായിരുന്നു ഇത്. സ്നേഹഭാവത്തോടെയും ഔദാര്യത്തോടെയും ഈ രാജാവ്
ഇപ്പോൾ തൻ്റെ മുമ്പിലേക്ക് വന്ന ജനത്തോട് പ്രതികരിച്ചിരുന്നെങ്കിൽ 10 ഗോത്രങ്ങൾ വിഗ്രഹാരാധനയിലേക്കും വിസ്മൃതിയിലേക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചേരുകയില്ലായിരുന്നു. നോക്കുക, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. വൃദ്ധരുടെ ഉപദേശത്തെ നിരാകരിക്കുന്നത് വർഷങ്ങൾ കൊണ്ടവർ നേടിയെടുത്ത അനുഭവ സമ്പത്തിനെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അതിലുമുപരി ജീവിതത്തിലെ എല്ലാ നിർണായകമായ തീരുമാനങ്ങൾക്ക് മുമ്പിലും പ്രാർത്ഥിച്ചിരുന്ന യേശുവിനെ അനുസ്മരിക്കുക. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കാതെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. പിരിഞ്ഞുപോയ 12 ഗോത്രങ്ങൾ ജെറോബോവാമിനെ രാജാവാക്കുകയാണ്. അങ്ങനെ ഇനി എന്നേക്കുമായി ഈ രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. 10 ഗോത്രങ്ങളടങ്ങിയ വടക്കൻ ഭാഗത്തെ ഇസ്രായേലെന്നും ജെറുസലേമും യൂദയായും അടങ്ങുന്ന തെക്കൻ ഗോത്രങ്ങളെ യൂദ എന്നും അവർ പേർ വിളിച്ചു. യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങളായിരുന്നു യൂദായിലെ ജനങ്ങൾ. ജെറോബോവാം എഫ്രായിംകാരനായിരുന്നതുകൊണ്ടാവണം ഇനി ഈ ജനതയെ ബൈബിൾ ചില നേരങ്ങളിൽ എഫ്രായിം എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, എഫ്രായിം എൻ്റെ വത്സലപുത്രൻ, എഫ്രായിം എനിക്ക് നിന്നോട് കരുണ തോന്നുന്നു. എഫ്രായിം എന്ന് വിളിക്കുന്നത് 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ്. ഇനി ജെറോബോവാം തൻ്റെ തലസ്ഥാനമായി ഷെക്കേമിനെ നിശ്ചയിച്ചു. പിന്നീടാണ് ജെറോബോവാമിൻ്റെ അനന്തരഗാമികളുടെ കാലത്താണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയ ആയി മാറുന്നത്. ഈ ജനം ജെറുസലേമിലേക്ക് ആരാധനയ്ക്ക് കയറി ചെല്ലുമ്പോൾ ദേവാലയവും കൊട്ടാരവും യൂദാ രാജാവിനെയും കാണുമ്പോൾ തങ്ങളുടെ ഹൃദയം അവരിലേക്ക് ചാഞ്ഞുപോയി. ജെറോബോവാമിന് തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം വരുമ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു, കുൽസിതമാർഗമായിരുന്നു ദാനിലും ബഥേലിലും ഓരോ കാളക്കുട്ടികളെ, സ്വർണ്ണക്കാളക്കുട്ടികളെ സ്ഥാപിക്കുക എന്നത്. ഓർക്കുക, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് ഈ ജനതയെ ജെറോബോവാം മടക്കിക്കൊണ്ടുപോവുകയാണ്. സീനായ് മലയുടെ അടിവാരത്തിൽ കാളക്കുട്ടികളെ, സ്വർണ്ണക്കാളക്കുട്ടികളെ ആരാധിച്ച ഈ ജനത്തിൻ്റെ ആ പ്രാകൃത വിജാതീയ അവസ്ഥയിലേക്ക്. ദാനിലും ബഥേലിലും ഓരോ കാളക്കുട്ടിയെ അദ്ദേഹം സ്ഥാപിച്ചു. അതായത് തൻ്റെ രാജ്യത്തിൻ്റെ ദക്ഷിണഭാഗത്തും ഉത്തരഭാഗത്തും, സൗത്തിലും നോർത്തിലും. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരും പൂജാരികളുമാക്കി. അസ്വസ്ഥരായ ലേവ്യർ യൂദായിലേക്ക് മടങ്ങിപ്പോയി. എഫ്രായിമിനായ ഈ ജെറോബോവാമിന് ജോസഫിൻ്റെ മകനായ എഫ്രായിമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഈ ആൾക്ക് സ്വാഭാവികമായും ഈജിപ്തുമായി ബന്ധമുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈജിപ്തിലെ ആരാധനാമൂർത്തികളായ കാളക്കുട്ടികളെ ആരാധിക്കാൻ അയാൾ ജനത്തെ പിന്നിലേക്ക് നടത്തിക്കുന്നത്. സത്യത്തിൽ ജെറോബോവാം ഈ ജനത്തെ തിരിച്ചു നടത്തുന്നത് ആ പഴയ 400 വർഷം നീണ്ട ഈജിപ്തിൻ്റെ അടിമത്തങ്ങളിലേക്കാണ്. അതായത് ദൈവം തൻ്റെ ജനത്തെ അടിമനുഖത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ കാണിച്ച ദൈവമെടുത്ത സകല പരിശ്രമങ്ങളെയും നിസാരമാക്കുകയായിരുന്നു. സകല പരിശ്രമങ്ങളെയും സമൂലമായി നശിപ്പിക്കുകയായിരുന്നു ജെറോബോവാം ചെയ്തത്. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് അയാൾ തൻ്റെ ജനതയെ തിരിച്ചു നടത്തിച്ചു. ദൈവിക പദ്ധതികളെ തകിടം മറിക്കാനുള്ള പിശാചിൻ്റെ പരിശ്രമങ്ങളെ ബൈബിളിൻ്റെ ആദ്യ അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനിയെ വാഗ്ദാനം ചെയ്തും കായനെ കൊലപാതകിയാക്കിയും നോഹയെ മദ്യപനും നഗ്നനുമാക്കി കിടത്തിയും ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചും പിന്നീട് മരുഭൂമിയിൽ വെച്ച് 40 വർഷം ഒരു ജനതയെ മരുഭൂമിയിൽ അലയാൻ ഇടയാക്കിയും ഒരു തലമുറ മുഴുവൻ മരുഭൂമിയിൽ കൊന്നൊടുക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയും ഇങ്ങനെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ദൈവപദ്ധതികളെ തകിടം മറിക്കാൻ സാത്താൻ ഒരുക്കുന്ന ശ്രമങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൈശാചിക തന്ത്രമായിരുന്നു ഈ 10 ഗോത്രങ്ങൾ വേർപിരിഞ്ഞ് പോകാനിടയാക്കിയ സംഭവങ്ങൾ. ബൈബിൾ വായന പക്ഷെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതികളെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ പിശാചിന് കഴിയില്ല. ദൈവിക പദ്ധതികൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ വായനകളുടെ കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സോളമൻ്റെ ഉത്തമഗീതം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നോർത്ത് നെറ്റിചുളിക്കുന്ന അനേകരെ കാണാൻ പറ്റും. പല കാര്യങ്ങൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. അത് ഈ വായന മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു കൊള്ളാം.
ഒന്നാമതായി ഈ ഗ്രന്ഥം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈംഗികത ഒരു മോശപ്പെട്ട കാര്യമല്ല എന്നാണ്. സെക്ഷുവാലിറ്റി ഈസ് നോട്ട് എ ബാഡ് തിങ്. ദൈവം പറയുന്നത് ലൈംഗികത ക്ലീനും ലെജിറ്റിമേറ്റുമായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. സെക്ഷുവാലിറ്റി ഈസ് എ ക്ലീൻ ആൻഡ് ലെജിറ്റിമേറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള സ്നേഹത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് സെക്ഷുവാലിറ്റി. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിനിടയിലുള്ള ഈ സ്നേഹത്തിൻ്റെ തലത്തെ ബൈബിൾ വളരെ ഗൗരവമായി എടുക്കുന്നു. ബൈബിൾ അതിനെ ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യമായി കാണുന്നില്ല. ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഇന്ന് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ നാം കാണുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഹൃദയം തുറന്ന്, ഹൃദയം നൊന്ത്, ഹൃദയത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ തലങ്ങളിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ വരുന്നു എന്നത്. നിർമ്മലമായ സ്നേഹം നമ്മുടെ ഭവനങ്ങളുടെ പടിയിറങ്ങിപ്പോയിട്ട് എത്രയോ കാലമാവുന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ ഏകാഗ്രമായ, ഏകദാനമായ, ഒരേ താളമുള്ള ഒരു ആഴമായ സ്നേഹബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ലൈംഗികതയെ ഒരു കച്ചവട ഉൽപ്പന്നമോ ഒരു വിപണിയിലെ ഉൽപ്പന്നമോ ആയി കാണുന്നതിനപ്പുറം അതിൻ്റെ ഏറ്റവും നിർമ്മലമായ ദൈവികമായ ഭാവങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അത് ദൈവികമായി കാണുന്നതിനും ഈ ഗ്രന്ഥം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ കാമുകനും കാമുകിയും തമ്മിലുള്ള, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഈ വിവരിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ വിവരണങ്ങൾ ഒരു അനാലജി ആയിട്ടാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇതൊരു താരതമ്യമാണ്. ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം, മണവാളനായ ദൈവവും മണവാട്ടിയായ ആത്മാവും തമ്മിലുള്ള, അല്ലെങ്കിൽ അവർ തമ്മിൽ രൂപപ്പെടേണ്ട ആ ഏറ്റവും നിർമ്മലവും ഏറ്റവും ഉദാത്തവും ഇൻറ്റൻസുമായ തീവ്രവുമായ ആ സ്നേഹബന്ധത്തിൻ്റെ തലങ്ങളെ വിശദീകരിക്കാൻ സ്ത്രീ പുരുഷ ബന്ധത്തെക്കാൾ മനോഹരമായ മറ്റൊരു അനാലജി ഇല്ല. കൂടുതൽ നമുക്ക് ഈ പുസ്തകം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവിക പദ്ധതികളെ തകിടം മറിക്കാൻ പിശാചൊരുക്കുന്ന ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വചനവായനയിൽ അങ്ങ് ഞങ്ങളെ പുരോഗതി പ്രാപിക്കാൻ സഹായിക്കുന്നത്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഭാരം ചുമത്താത്ത ഒരു ജീവിതം നയിക്കാൻ, ആർക്കും ഭാരം കൊടുക്കാത്ത ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ, കുടുംബങ്ങളിൽ ഒരപ്പൻ, ഒരമ്മ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു മകൻ, ഒരു മകൾ എന്ന നിലയിലൊക്കെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഭാരം കൊടുക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെയും ഭാരപ്പെടുത്താത്ത, ആർക്കും ഭാരമാവാത്ത, ആരുടെയും നുകത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കാത്തവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകം അങ്ങ് സ്പർശിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആമുഖ ഓഡിയോ നിങ്ങൾ കേൾക്കാൻ വിട്ടുപോകരുതെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവവചന വായനാ പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും മറന്നുപോകരുതേ. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.